ഒരു വലിയ പ്രശ്നമുള്ളത് പ്രോപ്പർട്ടീസിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം നമുക്ക് ഇത് സഞ്ചരിക്കുന്ന ഒരു നാടക വണ്ടിയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. അപ്പോൾ ഇത് നമുക്ക് വളരെ ഏറ്റവും സിമ്പിളായി എങ്ങനെ പ്രാക്ടിക്കലാക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10-ലധികം സീൻസ് ഉണ്ടാവാം, അതിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അത് വളരെ പെട്ടെന്ന് ആപ്ലിക്കബിൾ ആവാറുണ്ടോ? നാടകം കേരളത്തിലെ സംബന്ധിച്ച് പ്രൊഫഷണൽ നാടകം ടൂറിങ്ങാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇത്തരം സെറ്റുകൾ ഒരുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനും ഇപ്പം നിൽക്കുന്ന മിക്ക ഡയറക്ടേഴ്സും എഴുത്തുകാരും 5-6 ഒക്കെ നാടകങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് ഒരു നാടകം വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേറൊരു സെറ്റപ്പിൽ ഒരു ബ്ലാക്ക് ഇതൊക്കെ വെച്ചിട്ട് അല്ല, പക്ഷേ ഈ 5 നാടകം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സമയം ഒരു വലിയ ഘടകമാണ്. കാരണം ഒരു സംഘാടകനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ഓണം എന്ന് പറയുന്നത്. ഓണത്തിന് മുൻപ് നാടകം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അവിടെ പലപ്പോഴും നമ്മൾ യാന്ത്രികമാവാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓണത്തിന് അവർക്ക് 4-5 കളിയേ ഉള്ളൂ. പിന്നെ ഇപ്പം മേളകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പം ഇങ്ങനെ ചാണ്ടി നടക്കണുണ്ട്, അവർക്ക് അതിൽ കയറി പറ്റാനുള്ള ഒരു കാരണവശാലും നമുക്ക് ഈ 5-6 നാടകങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ തന്നെ ഓടുകയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ വരടത്ത് വെച്ച് കാണാം, വളരെ സമാധാനമായിട്ട് കുറേയൊക്കെ സമാധാനമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പം അഡ്മിറ്റ് ചെയ്യില്ല, രക്ഷപ്പെടാൻ വലിയ പാടാണ്. ഇപ്പോൾ സുരേഷ് ചേട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ നാടകം ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലെ പോകുന്നു. ഇപ്പോൾ മുഹാദ് നാടകം എഴുതുന്നു, അനിയേട്ടൻ മ്യൂസിക് ചെയ്യുന്നു, വിജയേട്ടൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗാനരചയിതാക്കളുടെ കാര്യം, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് ഒരു അപൂർവ വ്യത്യാസമുള്ളവർ വരുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രൊഡക്ഷൻ ഹൗസ് സേഫ് ആണോ ശരിക്കും? അല്ല, സേഫ് എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും, മുഹാദും സുരേഷ് ദിവാറിനും തമ്മിൽ എന്താണ്, വേറെ നിങ്ങൾ ചെയ്യില്ലേ എന്ന് ചോദിക്കും. രണ്ടുപേരും ചെയ്യും. പക്ഷേ ഇത് നമ്മളൊരു കുറച്ച് ഹിറ്റുകൾ വന്നല്ലോ, കുറച്ച് സ്വാഭാവികമായിട്ട് ഉണ്ടായപ്പോഴത്തേക്ക് അവർ തമ്മിലുള്ളൊരു കോംബോ ഉണ്ടാകുന്നു. പിന്നെ അവർ പുറത്ത് പറയുന്നു അവർ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര. അങ്ങനെയല്ല, അതിപ്പം മുഹാദ് വേറെ ഡയറക്ടറെ ചെയ്തിട്ടുണ്ട്, അതും രാജേഷിൻ്റെ ഒക്കെ നാടകങ്ങൾ ചെയ്ത അതും തെളിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും മാറിയും തിരിഞ്ഞ് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. അല്ല, ഞാനിപ്പോൾ എല്ലാവരും നാടകങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഹേമന്തിൻ്റെ ചെയ്തിട്ടുണ്ട്, ഫ്രാൻസാറിൻ്റെ ചെയ്തിട്ടുണ്ട്, ജോർജിൻ്റെ ചെയ്തിട്ടുണ്ട്, മാത്യൂസ് കൂനമാവിൻ്റെ ചെയ്തിട്ടുണ്ട്, VR സുരേന്ദ്രൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞൊരു സംശയം എല്ലാവർക്കും അങ്ങനെയില്ല. ഇപ്പൊ വരുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് മാത്രം ചെയ്തു പോകുന്നതാണ്. വർക്കുകളുടെ പേരിൽ അത്രേ ഉള്ളൂ. നാളെ ഇതെല്ലാം മാറാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അനിൽ മാള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അത് മാത്രമല്ല, അവരെ കൊണ്ട് ചില സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ വരുന്നു, പുള്ളി വിജയൻ ചേട്ടൻ ഇവിടെ വരുന്നു, ഇവിടെ ഇരുന്നിട്ട് സെറ്റ് വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാം. സുജാ മാഷ് വേറൊരു തലമാണ്. സുജാ മാഷ് ഇപ്പൊ 3 സുജാ മാഷിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. മാഷിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാഷ് വേറെ രീതിയിലുള്ള, നമ്മൾ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമുകളാണ്. പിന്നെ അനിൽമാള എന്ന് പറയുന്നത് ഇപ്പൊ നടപ്പുകാല നാടകവേദിയുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്ന്. പിന്നെ പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പോയിട്ട് നമ്മളെ കൃത്യമായി ക്യാമ്പിൽ വരും. ക്യാമ്പിൽ 4-5 ദിവസം വന്നിരുന്നിട്ടാണ് പിന്നെ. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് നോട്ട് എടുത്ത് ഇപ്പൊ സമയം കിട്ടും. പഴയ കാലത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി 4-5 ദിവസം കൊണ്ട് നോട്ട് എടുത്ത് ഇവർ പഠിക്കാൻ വിടുക, എന്നിട്ട് പഠിച്ചിട്ട് വരാൻ പറയും. അപ്പം മ്യൂസിക് ഏകദേശമൊക്കെ അനിലാണെങ്കിൽ ഏകദേശമൊക്കെ അവിടെ ഇത്ര ഇത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ പ്ലാനിങ്ങിൽ അങ്ങ് വിടും. അവിടെ ഒരു കെമിസ്ട്രി ഉണ്ട്. അനിയേട്ടന് നാടകം അറിയാം, ഡയറക്ടറും ഒക്കെ കൂടെ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നാടകത്തിന്റെ ക്യാമ്പിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ടാമത് നമുക്ക് അതിനകത്തൊരു സംശയം വരുന്നില്ല മാത്രമല്ല, നമുക്ക് ഈ രണ്ടാമത് ക്യാമ്പ് വരെ നമുക്ക് കുറച്ചുകൂടെ ആശയങ്ങൾ വരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഗുണം അനിയെ കൊണ്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ടീം